ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂന്നാർ വരുന്നവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് മൂന്നാറിലേക്ക് ആദ്യമായിട്ട് ടൂർ വരുന്നവർക്ക് അറിയില്ല എങ്ങോട്ട് പോകണം, ഏത് റൂട്ടാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് കാണേണ്ടത്, ഒരു ദിവസം കൊണ്ട് പറ്റുമോ അതോ 2 ദിവസം വേണോ എന്നൊക്കെ. അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർക്ക്, ഇന്നും കൺഫ്യൂഷൻ ഉള്ളവരുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് മൂന്നാർ ടൗണിൽ രാവിലെ ഒരു 9-10 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു 5:30-6 മണി അല്ലെങ്കിൽ ഒരു 7 മണി വരെ ഒന്ന് കറങ്ങി ഫുള്ള് കണ്ട് മാക്സിമം, അതായത് ഒരു ദിവസം കൊണ്ട് മാക്സിമം പോയിന്റ്സ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതായത് മൂന്നാർ രാവിലെ എത്തുന്നു, ഒരേ ഡയറക്ഷനിൽ പോയി മാക്സിമം പോയിന്റ്സ് കവർ ചെയ്ത് തിരിച്ച് നേരെ മൂന്നാർ ടൗണിൽ വരുന്നു. വൈകുന്നേരം ഒരു 7 മണിക്കുള്ളിൽ മൂന്നാർ ടൗണിൽ വരാം. അടുത്ത എവിടെയെങ്കിലും സ്റ്റേ കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തന്നെ കോട്ടേജ് മൂന്നാർ അവൈലബിൾ ആണ്, എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം മൂന്നാർ വരാനിരിക്കുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട. ഓക്കെ, മൂന്നാർ ടൗണിൽ നിന്ന് വട്ടവടയിലേക്കാണ് ഇന്നത്തെ യാത്ര. മൂന്നാർ ടൗണിൽ നിന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കാണാൻ പറ്റുന്നൊരു പോയിൻ്റാണിത്, റോസ് ഗാർഡൻ. ടൗണിൽ നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് നമ്മൾ മാട്ടുപ്പെട്ടിക്കോ അല്ലെങ്കിൽ വട്ടവടയ്ക്കോ ടോപ്പ് സ്റ്റേഷനോ ഡയറക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു റോസ് ഗാർഡൻ എൻട്രൻസ് കാണാം. ഇതിനകത്തുള്ളത് കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് കൂടുതലും നമുക്ക് കാണാനുള്ളത്. കുറേ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ട്. ഇതിനുള്ളിലേക്ക് കയറി കാണുന്ന ഡീറ്റെയിൽ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകുന്ന അതായത് പോയിന്റുകൾ മാത്രം പറഞ്ഞാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റോസ് ഗാർഡൻ കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പെട്രോൾ പമ്പ് കാണാം. ഈ പെട്രോൾ പമ്പിനെ കുറിച്ച് പറയാൻ കാരണം, ഈ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടോപ്പ് സ്റ്റേഷൻ വട്ടവട റൂട്ടിൽ വേറെ പെട്രോൾ പമ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്രോളൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം പോകാൻ. അതുപോലെ റിപ്പിളിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കാണാം. ഇവിടെ വാഷ്റൂമും അതുപോലെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ചായയും കിട്ടും. അപ്പോൾ അവിടുന്ന് ചായ കുടിച്ച് നേരെ അടുത്ത സ്ഥലത്തേക്ക് വരുന്നത് വെച്ചാൽ നമ്മുടെ ഫോട്ടോ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഫോട്ടോ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുതിര സവാരി അതുപോലെ കുറേ ക്യാമറാമാൻസ് ഇവിടെ നിൽക്കുന്നത് കാണാം. അപ്പോൾ അവർ നമ്മുടെ ഫോട്ടോ എടുത്തൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരുന്ന ഒരു പരിപാടിയാണ് ഇവരിവിടെ ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് എന്ന് പറയാൻ കാര്യം നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക്. അപ്പം നമ്മൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു ഫോട്ടോ പോയിന്റ്. അപ്പോൾ മൂന്നാർ ടൗണിൽ നിന്ന് തുടങ്ങി ഫോട്ടോ പോയിന്റും അതുപോലെ റോസ് ഗാർഡനാണ് കേട്ടോ ആദ്യം. റോസ് ഗാർഡനും അത് കഴിഞ്ഞ് ഫോട്ടോ പോയിന്റും കഴിഞ്ഞ് നമ്മൾ അടുത്തേക്ക് വരുന്നത് എലിഫൻറ്റ് പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ എലിഫൻറ്റ് പാർക്കിൻ്റെ ഒരു എൻട്രൻസ് ആണിത്. ഇത് നമ്മൾ മാട്ടുപ്പെട്ടി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലായിട്ട്. ഈ ഒരു എലിഫൻറ്റ് പാർക്കിനകത്തേക്ക് നമുക്ക് ഇവിടെ വരുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള വിശാലമായ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആവണമെങ്കിൽ ഇവിടെ വാഷ്റൂമുണ്ട്. അതുപോലെ തന്നെ കയറി വരുമ്പോൾ നമുക്കിത് ഇവിടെ കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആനകളെ ഇവിടെ നിർത്തിയേക്കുന്നത് കാണാം. സംഭവം വേറൊന്നുമില്ല, നമുക്ക് ഇവിടെ ലാഡറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ കയറിയിട്ട് ആനപ്പുറത്ത് കയറി ഒരു സവാരി, അതായത് ഒരു ഫോറസ്റ്റിനകത്തൂടെ പോകുന്ന പക്ക ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ആനയൊക്കെ നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ ഈ ആനപ്പുറത്ത് കയറി ഇരുന്നിട്ട് ഇതിൻ്റെ മേളിലേക്ക് പോകാം. അതിൻ്റെ മേളിൽ നമുക്ക് ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരായിരിക്കും. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് നിരക്കും കാര്യങ്ങളൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 800 രൂപയാണ് വരുന്നത്. മിനിമം 2 പേര് കയറണം. അതായത് ഒരു സവാരിക്ക് 1600 രൂപ നമ്മൾ കൊടുക്കണം മിനിമം. ഒരാളെ ഉള്ളെങ്കിലും 1600 രൂപ കൊടുത്തേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഏകദേശം ഒരു 500 മീറ്റർ ആയിരിക്കും നമുക്ക് ഇവിടുന്ന് ഡിസ്റ്റൻസ് ഉള്ളത്. ഒരു 15 മിനിറ്റോളം കാണും പോയിട്ട് തിരിച്ചു വരാനായിട്ട്. രാവിലെ ഒരു 8:30 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണി വരെയാണ് കേട്ടോ ഇവിടെ ടൈമിങ് ഉള്ളത്. എലിഫൻറ്റ് പാർക്ക് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിതൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാം. ബൊട്ടാണിക്കൽ ഗാർഡൻ മൂന്നാർ 2 എണ്ണം ഉണ്ട്. ഒന്ന് ഗ്യാപ്പ് റോഡ് പോകുന്ന വഴിക്ക്, അത് പൂപ്പാറ പോകുന്ന വഴിക്ക് ഒരെണ്ണമുണ്ട്.
അതുപോലെ തന്നെ മാട്ടുപ്പെട്ടി ഡയറക്ഷനും. ഇതാണ് മാട്ടുപ്പെട്ടി ഡയറക്ഷനിലുള്ള ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പോകുമ്പോൾ കാണുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇതിനകത്തും ഫ്ലവേഴ്സും കാര്യങ്ങളും ഫോട്ടോ ഫ്രെയിമും പാർക്കുകളും ഒക്കെയാണ് കൂടുതലുള്ളത് കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡൻ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ടീ ഫാക്ടറി കാണാം കേട്ടോ, റിപ്പിളിൻ്റെ. അപ്പോൾ ടീ ഫാക്ടറിക്കകത്ത് എന്താണെന്ന് വെച്ചാൽ ടീ പ്രൊഡക്ഷൻ, ടീ പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നേരിട്ട് കയറി കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ടീ ഫാക്ടറി കഴിഞ്ഞ് അടുത്ത് നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ മാട്ടുപ്പെട്ടിയാണ്. മാട്ടുപ്പെട്ടി എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമായിരിക്കും, ഒരുപാട് കേട്ടിട്ടുള്ളൊരു സ്ഥലമായിരിക്കും മാട്ടുപ്പെട്ടി ഡാം എന്ന് പറയുന്നത്. അപ്പോൾ അതേ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിലൂടെയുള്ള ആ ഒരു ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങി ഈ ഡാമിനകത്ത് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ അവിടെ കാണാം സ്പീഡ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതൊക്കെ ചെയ്യാം. അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഈ ഒരു സറൗണ്ടിങ് ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മാട്ടുപ്പെട്ടി ഡാമിൽ ശരിക്കും ഈ പാലം കയറുന്നതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കും പാർക്കിംഗ് അവൈലബിൾ ആണ്. അതിന് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ നമുക്ക് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മൾ പിന്നെ ആക്ടിവിറ്റീസ് എടുക്കുന്നതനുസരിച്ച് മാത്രം അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. മാട്ടുപ്പെട്ടി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് സൺമൂൺ വാലി ബോട്ടിംഗ് സെൻറ്റർ, അതായത് ഈ മാട്ടുപ്പെട്ടി ഡാമുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്ത് കുറച്ച് ബോട്ടിംഗ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു പോയിന്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്പോട്ടാണ് കേട്ടോ. റോഡ് സൈഡിലായിട്ട് തന്നെ എക്കോ പോയിന്റ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൂടെ ഒരു ചെറിയ സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ഏരിയ കാണാം. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ച് എക്കോ ആയിട്ട് അത് റിട്ടേൺ കേൾക്കും എന്നാണ് പറയുന്നതല്ല, ഇവിടെ സൗണ്ട് ഉണ്ടാക്കി കേൾക്കാൻ പറ്റും കേട്ടോ. ഓ പക്ക. അങ്ങനെ എക്കോ പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വന്നത് കുണ്ടല ഡാമിലേക്കാണ്. കുണ്ടല ഡാമിലേക്ക് വരുമ്പോൾ ഒരു എൻട്രി ടിക്കറ്റ് ഉണ്ട്, അത് 20 രൂപയ്ക്ക് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒരു പാസ് എടുക്കണം. അതിനുശേഷം വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ വരുമ്പോഴത്തേക്ക് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കുണ്ടല ഡാമെന്ന്. പിന്നെ നമുക്കിവിടെ റൈറ്റ് സൈഡിലായിട്ട് ഡാമിലൂടെ പെഡൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കിട്ടും. കുണ്ടല ഡാമിൻ്റെ മുകളിലൂടെ നമുക്ക് നടന്നു വരുമ്പോൾ അവിടുത്തെ ആ ഡാം ഷട്ടർ ഉയർത്താനുള്ള മെഷീനറീസ് ഒക്കെ ആണെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും മാട്ടുപ്പെട്ടി ഡാമിനേക്കാളും. അതുപോലെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് തരും. അതെല്ലായിടത്തും ഉണ്ട് കേട്ടോ. നമുക്ക് 10 മിനിറ്റ് തന്നെ പ്രിൻറ്റ് തരും. ഇല്ലെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് കോപ്പി ഏതെങ്കിലും ഒരു 30 രൂപ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് തരും. പിന്നെ നമുക്കിത് ഇവിടെ പെഡൽ ബോട്ടിങ്ങും അല്ലാതെ സ്പീഡ് ബോട്ടിങ്ങും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊക്കെ എക്സ്ട്രാ ചാർജാണ്. നമ്മൾ ഈ വരുന്ന വഴിക്ക് ഡാമിൻ്റെ ഒരു പാലം കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ കാണാം. വാഷ്റൂം അവൈലബിൾ ആണ്. നമുക്ക് ഫ്രഷപ്പ് ആവണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ്റൂം അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു മരങ്ങളൊക്കെ നിൽക്കുന്നിടത്തൂടെ കയറി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഈ ഒരു ഭാഗത്തേക്ക് എൻട്രൻസ് 10 രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. പിന്നെ പെഡൽ ബോട്ട് 400 രൂപ, പെഡൽ ബോട്ട് 4 സീറ്റർ 600 രൂപ, അങ്ങനെ പല റേറ്റിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 10 രൂപയുടെ എൻട്രൻസ് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാനായിട്ട്. ഗൂഗിൾ പേ ഒന്നും വർക്ക് ആവത്തില്ല കേട്ടോ. വരുന്നൊരു ക്യാഷ് കൈ കരുതാൻ മറക്കണ്ട. ഇവിടെ റേഞ്ച് കുറവായതുകൊണ്ട് ഗൂഗിൾ പേ ഒന്നും വർക്ക് ആവത്തില്ല. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. എന്തായാലും ഞങ്ങൾ വന്ന സമയം ഉച്ച കഴിഞ്ഞ് വൈകുന്നേര സമയത്താണ്. നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷേ ഇതാ ഇവിടെ വന്നപ്പോൾ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ആ ഒരു തീരെടുത്ത് പോയി നിന്ന് ഈ തണുപ്പൊക്കെ ഒന്ന് മാറ്റി. ബോട്ടിങ് മാത്രമല്ല കേട്ടോ, ഇവിടെ കയാക്കിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കയാക്കിങ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കയാക്കിങ് ചെയ്യാൻ പോവാം. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഊഞ്ഞാലുകളും കാര്യങ്ങളും ഫോട്ടോ ഫ്രെയിംസ് മീൻസ് ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് വെച്ച് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും വരുന്ന ഒരു കുണ്ടല ഡാം മിസ് ചെയ്യേണ്ട, അത്യാവശ്യം നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ കുണ്ടല ഡാം. ഈ ഒരു മരങ്ങളൊക്കെ നിൽക്കുന്ന ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യേണ്ട. അങ്ങനത്തെ കുണ്ടല ഡാം കഴിഞ്ഞ് നമ്മൾ അടുത്ത് വരുന്നത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ. ടോപ്പ് സ്റ്റേഷൻ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ മൂന്നാർ തൊട്ട് ഈ സ്ഥലങ്ങളെല്ലാം കേരളത്തിലാണെങ്കിലും ടോപ്പ് സ്റ്റേഷൻ വരുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ.
ടോപ്പ് സ്റ്റേഷനിൽ വരുമ്പോൾ ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത്. ഇവിടെ വരുമ്പോൾ 20 രൂപയാണ് ഒരാൾക്ക് എൻട്രൻസ് ഫീ വരുന്നത്. 8 മണിക്ക് ഓപ്പൺ ചെയ്യും, വൈകുന്നേരം 6 മണി വരെയാണ് കേട്ടോ ടൈമിംഗ് ഉള്ളത്. ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അങ്ങ് ദൂരെ തമിഴ്നാടിൻ്റെ ഒരു ആ വിൻമില്ലൊക്കെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കമ്പം തേനി ഏരിയ ആണെന്നാണ് നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞ് നമ്മളിത് ഈ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായ നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും. പക്ഷേ ഈ വ്യൂ റയറായിട്ടേ കിട്ടത്തുള്ളൂ, എപ്പോഴും കിട്ടണമെന്നില്ല. മിക്കവാറും ഒക്കെ നമ്മൾ വരുമ്പോൾ ഫുള്ള് ഫോഗായിരിക്കും, മൊത്തം മഞ്ഞ് മൂടിയ അവസ്ഥയായിരിക്കും. പക്ഷേ ഞാനിവിടെ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് വന്നപ്പോൾ ഈ ഒരു വ്യൂ ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയത് കേട്ടോ. ടോപ്പ് സ്റ്റേഷൻ കണ്ടിട്ട് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്ററാണ് വട്ടവടയ്ക്ക് വരുന്നത്. അപ്പോൾ വട്ടവടയിലേക്കാണ് അടുത്ത് പോകുന്നത് നമ്മൾ. അപ്പോൾ വട്ടവടയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ സ്ട്രോബെറി ഗാർഡൻ, വെജിറ്റബിൾ ഗാർഡൻ, ഒരു ഗ്രാമമാണ്, വാട്ടർഫാൾസ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ച് ദൂരം വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാണാം നമുക്ക്. അപ്പോൾ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുക്കുക, നമ്മൾ എവിടുന്നാണ് വരുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക, കോൺടാക്ട് നമ്പറും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ നമ്മളോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 കിലോമീറ്റർ നമ്മൾ വണ്ടി നിർത്താതെ പോകണം. പതുക്കെ പോയാൽ മതി, പക്ഷേ വണ്ടി നിർത്തി പുറത്തിറങ്ങാനും എടുക്കാനൊന്നും പാടില്ല. കാരണം അതൊരു പാമ്പാടിശോല നാഷണൽ പാർക്കിനകത്തൂടുള്ള യാത്രയാണ്, ഫോറസ്റ്റിനകത്തൂടുള്ള യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങിക്കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് സേഫായിട്ടുള്ള സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ ഡ്രൈവ് ചെയ്ത് പോവുക. വളവും തിരിവുള്ള സ്ഥലങ്ങളാണെന്ന് നമ്മളവിടുത്ത് നിൽക്കുമ്പോൾ പറഞ്ഞു തരും. പോകുന്ന വഴിക്ക് കാട്ടുപോത്ത്, സിംഹവാലൻ കുരങ്ങ്, അങ്ങനെയുള്ള ആനയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി നിർത്തരുത്, ജസ്റ്റ് സ്ലോ ചെയ്ത് കണ്ട് അങ്ങനെ പോകാനാണ് അവർ പറയുന്നത്. വേറെ എൻട്രൻസ് ഫീസോ കാര്യങ്ങളോ ഒന്നും ഇവിടുന്ന് നമുക്ക് വരുന്നില്ല കേട്ടോ. നമ്മൾ ശരിക്കും ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരു 2.5 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഇവിടെ മനോഹരമായിട്ടൊരു പുൽമേടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു റോഡും കാര്യങ്ങളും 2 സൈഡിലുള്ള മലനിരകളും ഒക്കെ കാണാനായിട്ട് വളരെ മനോഹരമായൊരു കാഴ്ച നമുക്ക് നമ്മുടെ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് വട്ടവടയ്ക്ക് വരുന്ന വഴിക്ക് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ അവർ പറഞ്ഞതുപോലെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, പുൽമേട്ടിലേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു കാരണവശാലും വരുന്നവർ ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും നിൽക്കേണ്ട, അത് നമുക്ക് സേഫായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ പാമ്പാടിശോല നാഷണൽ പാർക്കിൻ്റെ ഫോറസ്റ്റിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 2 സൈഡിലും ഇടതൂർന്ന മരങ്ങളൊക്കെ നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്കിവിടെ കാണാം. പിന്നെ നമ്മളത് ഏകദേശം വട്ടവടയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് വീടുകളും അതായത് ഇവിടെയുള്ള ലോക്കൽ ആൾക്കാർ താമസിക്കുന്ന വീടുകളും അതുപോലെ തട്ട് രീതിയിലുള്ള കൃഷി സ്ഥലങ്ങളും മലനിരകളും ഒക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. ശരിക്കും വട്ടവടയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പം, അതായത് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇതിനെ വ്യത്യസ്തമാക്കുന്ന നമ്മുടെ ഇവിടെ ഈ തട്ട് രീതിയിലുള്ള കൃഷി സ്ഥലങ്ങളാണ്. ദൂരെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് വളരെ മനോഹരമായിട്ടൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ശരിക്കും വട്ടവട വന്നു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, ഒരുപാട് കാണാനുണ്ട്. സ്ട്രോബെറി ഗാർഡൻ ഉണ്ട്, വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്, ഈ കൃഷി സ്ഥലങ്ങളുണ്ട്, പഴത്തോട്ടം എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അതുപോലെ വാട്ടർഫാളുകളുണ്ട്. പിന്നെ നമുക്ക് വില്ലേജിനകത്തൊക്കെ പോയി ഓഫ് റോഡ് ജീപ്പ് സവാരിയൊക്കെ എടുത്ത് പോകാനുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. പിന്നെ ഒരു ഹണിബി മ്യൂസിയം ഉണ്ട്. ഹണിബി മ്യൂസിയം എന്ന് വെച്ചാൽ ഈ തേനീച്ചകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു മ്യൂസിയം ഉണ്ട്. അതിൻ്റെ അറകളും തേനിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അതുപോലെ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ ഇവിടെ. അവർക്കൊരു കോട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ വട്ടവടയിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അടുത്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. താങ്ക്